എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കുറ്റിക്കോൽ പഞ്ചായത്തിലെ ആനക്കലിനടുത്തുള്ള നമ്മുടെ ജോസ് മാഷ വീട്ടിലേക്കാണ്. ജോസ് മാഷും അതുപോലെ തന്നെ കുറ്റിക്കോൽ ഹോമിയോ ഡോക്ടറായ റിജി ജോസിൻ്റെ വീട്ടിലേക്കാണ് എത്തിയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത വിശേഷത്തിൽ ഒരുപാട് എനിക്കൊന്ന് മാഷ് റിട്ടയറിന് ശേഷം ഇതാണ് മാഷ് പ്രധാന റിട്ടയർ ചെയ്യുന്നതും നമ്മുടെ ശങ്കരമാടി സ്കൂളിൽ ഒരുപാട് ചെടികൾ മാഷ് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ 2-3 വർഷത്തിൽ നമ്മുടെ വീടും ആ പൂന്തോട്ടം ഒന്ന് കാണുക തന്നെ. നമുക്ക് ജോസ് മാഷയും ആ പൂന്തോട്ടത്തിനെയും മാഷ അവിടെ ഉണ്ട്. മാഷോട് ചോദിക്കാം, രണ്ടുപേരുണ്ട്. ജോസ് മാഷ നമസ്കാരമുണ്ട്. ഇന്ന് എവിടെയും പോയില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ മാഷേ? അപ്പോൾ പള്ളി പോയല്ലേ? ഞാൻ മാഷ ഇങ്ങോട്ട് വന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടോ, ഒരു ഈ പ്രകൃതിയെയും അതേപോലെ തന്നെ ചെടിയെയും സ്നേഹിക്കുന്ന ഒരു മാഷ് നമ്മുടെ ആനക്കല്ലുണ്ട് എന്ന് പറഞ്ഞത്. അതേപോലെ ഹോമിയോ ഡോക്ടറും ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. ഡോക്ടറുണ്ടോ? അകത്തുണ്ടോ ഡോക്ടർ? ഉണ്ടല്ലേ? അപ്പോൾ എത്ര തരം ചെടികളുണ്ടാകും മാഷെ ഇവിടെ? ശരിക്കും പറഞ്ഞാൽ എത്ര തരം ഉണ്ടാകും അതറിയില്ല അല്ലേ? എൻ്റെ കണ്ട 100 എനിക്കൊന്നൊരു 500 തരം ചെടികളുണ്ടാകുമെന്ന് തോന്നുന്നു. പിന്നെ ഇത് കലാപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാഷ, ഇത് ഇവിടെ ഗപ്പി, പിന്നെ ഇതൊക്കെ ഏടുന്ന് മാഷ സംഘടിപ്പിക്കുന്നത് ഇതല്ലേ? ഇത് ഒരുപാട്, ഇത് പഴയ തൊപ്പിക്കല്ലിൻ്റെ ഒരു മോഡൽ അല്ലേ? പുരാതന യുഗത്തിലെ തൊപ്പിക്കല്ലിൻ്റെ ഒരു മോഡൽ മാഷ ഇവിടെ ഉണ്ടാക്കി. പിന്നെ ഇത് അരകല്ലോ, തിരികല്ല് നമ്മളെ പഴയ കാലത്ത് അപ്പം ഉണ്ടാക്കാൻ വർക്കിംഗ് ആണല്ലേ? വർക്കിംഗ്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ചെടികളുടെ ഒരു കൂമ്പാരം തന്നെ. മാഷ് ഞാനത് ആദ്യമല്ലേ ശ്രദ്ധിച്ചു, മാഷ് ഇത്രയും വലിയ വീട് കെട്ടി ഇൻ്റർലോക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ സാമ്പത്തികം ഒരു വിഷയമല്ല എനിക്കറിയാം, എന്നാലും ഇത് പ്രകൃതിയായിട്ട് അടുത്ത് ഉണ്ട്, കുറച്ചുണ്ട്. പുല്ല് പിടിച്ച് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. അതെ, ഒരുപാട് പുൽകൃഷി നടത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ ഈ കരിങ്കൽ പീസൊക്കെ നിങ്ങൾ ഇവിടുന്ന് ചുമന്ന് വന്നത് അതല്ലേ? ഇത് പല രൂപങ്ങൾ. പക്ഷെ മാഷ് ഈ ഒരു സ്കൂളിൽ അതുപോലെ തന്നെ അല്ലേ മാഷ് ഉണ്ടായത്? കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു കല്ലിന്റെ പാർക്കുണ്ട്. കല്ലിന്റെ പാർക്ക് ചുവട്ടില് കല്ലും കൊണ്ട് മാത്രമാണ്, കല്ലുകൾ കൊണ്ട് 30 കുട്ടികൾക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് ഉള്ള ഒരു. ഈ ചെടികൾ ഇതേപോലെ എനിക്കറിയാം, ശങ്കരമാണി സ്കൂളിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്താ വെച്ചാൽ ഞാൻ ആ ഭാഗത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ആ അടുത്ത ചെടിയെ കുറിച്ച് മാഷ് ഉണ്ടാക്കിയെന്ന് പറയും. ഇവിടെ എന്തേരം ചെടികളാ! പല തരത്തിലും പല വിധത്തിലും. അതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരേ തരം ചെടികൾ ഒരേ സ്ഥലത്ത് വളരെ നന്നായിട്ട് സെറ്റ് ചെയ്തതാണത്. നമ്മൾ കണ്ട ചെടികൾ തന്നെ ആയിരിക്കും, പക്ഷേ ആ ചെടികളുടെ സെറ്റിങ്സാണ് മാഷയുടെ ഏറ്റവും വലിയ വിജയം. മാഷ ഇത് ഏതെങ്കിലും ഒന്ന് വിൽക്കലുണ്ട്? അത്യാവശ്യം കൊടുക്കലുണ്ടല്ലോ. ഹൗസ് വാമിങ്ങിന് ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരുപാട് ചെടികൾ ഈ ഭാഗത്ത്. പിന്നെ മീൻകുളമൊക്കെ ഉണ്ട് മാഷയുടെ. അല്ല, സ്വിമ്മിംഗ് പൂളല്ലേ? അത് ശരി. മാഷ സ്വന്തമായിട്ട് കുളിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. അത് പച്ചക്കറി അല്ലേ? ആ സൈഡിൽ കാണുന്ന പച്ചക്കറി. പിന്നെ നമ്മുടെ ഈ നാട്ടിൽ പിന്നെ സാധാരണ കാണാത്ത ഒരു സംഭവമാണ് മാഷുണ്ട്. അതായത് PVC പൈപ്പിൽ കുരുമുളക് കയറ്റുന്നൊരു സംഭവം കൂടി മാഷയുടെ പൂന്തോട്ടത്തിന് ചുറ്റും ചെയ്തിട്ടുണ്ട്. PVC പൈപ്പിൽ കുരുമുളക് വളർത്തുന്ന രീതി. റംബുട്ടാനൊക്കെ പിടിച്ചല്ലോ പക്ഷെ. ഇത് ഡ്രാഫ്റ്റിങ് അതൊക്കെ അറിയാം അല്ലേ? നല്ല ഇനം പേരാ. നല്ല ക്രിപ്സിയാണ്, അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ സാധാരണ പേരപ്പഴം പോലെ ഇങ്ങനെ പഴമല്ല ശരിക്കും. കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റില്ല പഴം. എന്ത് പേര് പറയും? ജപ്പാൻ പേര് ക്രിംസൺ റെഡ് എന്നൊക്കെ പറയണ. അതിനിപ്പം നിങ്ങൾ ഇങ്ങനെ തൈകള് ലെയർ ചെയ്തുണ്ടാക്കും അല്ലേ? ബെഡ് ചെയ്യും പക്ഷേ ഇല്ല, ലെയർ ചെയ്ത് മാത്രം. ലെയറിങ് ചെയ്യും അല്ലേ? ഇത് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വേറെ നടും. നമ്മൾ നിർബന്ധമായിട്ടും പേര ഇത്രയും വലുതാകുമ്പോൾ നമ്മളത് മുറിക്കണം. അതെ, ചെയ്യണം. എന്തായാലും നമ്മളത് മുറിച്ച് കളയണം. അത് വേര് പിടിപ്പിച്ച ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാം. അതെ, അത് ശരിയാണിത്. ഇത് ഈ കുളത്തിന് എത്ര ആഴമുണ്ടാവും? നല്ല ആഴമുണ്ടാവോ? 3 മീറ്റർ ആഴേ ഉള്ളൂ. 10 അടി ആഴമുണ്ട്. അപ്പോൾ പുറമേ ആരെങ്കിലും വന്ന കുട്ടികളൊക്കെ കുളിക്കാൻ വന്ന അപകടമല്ല പക്ഷേ ഇത്. ഞാൻ ഇത് ചെയ്യലുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്യാവശ്യം നീന്താനൊക്കെ അതെ.
കുറച്ച് പണിയും കൂടെ തീരാനുണ്ട്. വാഴ ചുവന്ന കളറോ? അത് മോശമായി പോയ വാഴയാ. അല്ല, ചുവന്ന കളർ വന്നത് അത് ആ രൂപത്തിലുണ്ട്, ചുവന്ന അതല്ലേ? നാക്കടച്ചിട്ട് പിന്നെ വീണ്ടും വന്നത്. അപ്പോൾ റെഡ് ലേഡി പപ്പായ, വെണ്ടക്ക, പേരക്ക, ഇത് നമ്മളെ ഇത് ഇല ലിച്ചി അല്ലേ? ലിച്ചിയിൽ ഞാൻ ഈ ലിച്ചിയുടെ മരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ലിച്ചിയുടെ മരം കണ്ടില്ല. ഇപ്പോഴാണ് ഞാൻ ലിച്ചിയുടെ മരം കാണുന്നത്. ഞാൻ ലിച്ചി പഴം കഴിച്ചിട്ടുണ്ട്. തളിര് വരുമ്പോൾ നല്ല ഭംഗിയാ കാണാൻ. തളിര് വരുമ്പോൾ അല്ലേ? തളിര് നല്ല നിറമുള്ള ലൈറ്റ് റോസ് നിറത്തിലായിരിക്കും ഇതിന്റെ തളിര് മൊത്തം. തളിര് വരും. നല്ല ഭംഗിയാണ്. വെരി ഗുഡ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റി. ചക്ക, തേൻപരിക്കൊക്കെ കഴിഞ്ഞല്ലോ മാഷയിൽ. ശരി. ഇത് കുരുമുളക് നമ്മൾ ഈ ചുമരുമ്പിലും വളർത്താൻ തുടങ്ങി മാഷ്. അതുപോലെ തന്നെ ഈ PVC പൈപ്പിലും ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും വളരെ ഭംഗിയായി പൂക്കൾ ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്യിക്കുന്ന ഒരു മാഷാണ്. ഡോക്ടർ വന്നോ? ഇന്ന് ലീവ് അല്ലേ? ഇന്ന് ഞായറാഴ്ച ലീവ്. അതുകൊണ്ട് ഡോക്ടറും കൂടി ഉണ്ട്. ശരി, നമുക്ക് പിന്നെ ഒരു ദിവസം. അപ്പോൾ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഉദ്യാനരത്ന അതുപോലെ ഒരുപാട് അവാർഡുകൾ നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്കൊക്കെ ഏർപ്പാടാക്കിയാണ്. അത് ഏതെങ്കിലും അവാർഡ്? നമുക്ക് ഇത് നമ്മുടെ ഒരു നമുക്ക് തന്നെ കൊടുക്കുന്ന അവാർഡ് സന്തോഷം. അതെ അല്ലേ? ഇനി പൂക്കൃഷി വളർത്തുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ മാഷ്? കൃഷി പിന്നെ ഞാൻ ഈ വളരെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ 2, 3, 6 മാസം കൊണ്ട് വളർന്ന് പുഷ്പിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ടൈപ്പ് അങ്ങനത്തെ ഞാൻ ചെയ്യാറില്ല. ഈ സോഫ്റ്റ് സ്റ്റെം ഉള്ള ചെടികൾ ഞാൻ വളർത്തുന്നുമില്ല. ഞാൻ നടുന്ന ചെടികൾ നമുക്ക് മിനിമം ഒരു 5 വർഷമെങ്കിലും ആ ചെടിയുടെ സൗന്ദര്യം നമുക്ക് കിട്ടണം. അപ്പോൾ 5, 10 ഇപ്പൊ ഇവിടെ 20 വർഷമൊക്കെ ആയ ചെടികൾ, 20 വർഷ ചെടികളൊക്കെ ഉണ്ടല്ലേ? കൂടുതലും ഉണ്ട്. അതേ ഭംഗിയോടെ അത് നിൽക്കുന്നുണ്ട്. നമ്മളൊരു ചെടി നട്ടാൽ നമുക്ക് കുറച്ച് നാള് ഒരു 10 വർഷത്തേക്ക് നമുക്കത് ആസ്വദിക്കാൻ കഴിയും, മെയിൻറ്റെയിൻ ചെയ്തിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഈ സോഫ്റ്റ് ചെടികളൊന്നും അല്ല, പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ചെടികളൊരു താല്പര്യം വേണം. അത് വേറെ കാര്യം. പൈസയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്നാലും ചെടികളോടും ഈ ഫലവൃക്ഷാദികളോടും ഒരു താല്പര്യം ഉണ്ടാകണം. എന്തൊരു ഭംഗിയാണപ്പോൾ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.